പ്രിയപ്പെട്ടവരെ, വചനദീപ്തിയിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഓരോ വർഷവും നമ്മളെ സംബന്ധിച്ച് ദൈവം നമുക്ക് നൽകുന്ന വലിയ അനുഗ്രഹങ്ങളാണ്. കഴിഞ്ഞ വർഷം നമ്മോടൊപ്പം സഞ്ചരിച്ച ചിലരെങ്കിലും ഇന്ന് ലോകത്തില്ല എങ്കിൽ ഈ പുതിയ വർഷത്തെ വരവേൽക്കുവാൻ, പുതിയ വർഷത്തിൽ ഈ കാലഘട്ടത്തിലായിരിക്കുവാൻ നമുക്ക് സാധിക്കുന്നു എന്നത് തന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഈ വർഷം ദൈവം നമുക്ക് പ്രത്യേകമാവണ്ണം തരുന്നുണ്ട് എങ്കിൽ നമ്മളൊക്കെ അനുഗ്രഹിക്കപ്പെടുക എന്നുള്ളത് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. അതുകൊണ്ടാണ് പത്രോസ്ലീഹ പറഞ്ഞത്, അനുഗ്രഹം അവകാശമാക്കുന്നതിന് വിളിക്കപ്പെട്ടിരിക്കുന്നവരാണല്ലോ നമ്മൾ. അനുഗ്രഹം അവകാശമാക്കുന്നതിന് വിളിക്കപ്പെട്ടിരിക്കുന്നവരാണല്ലോ നമ്മൾ. അതേ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ മക്കളായ നമ്മൾ എല്ലാവരും അനുഗ്രഹിക്കപ്പെടണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കൊക്കെ ഉത്തരം അനുഭവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. വേദപുസ്തകത്തിൻ്റെ താളുകൾ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, ദൈവം അനേകരെ അനുഗ്രഹിച്ച സംഭവങ്ങളുണ്ട്. ഉദാഹരണത്തിന്, ദാവീദ് ഒരു ആട്ടിടയനായിരുന്നു. ആടുകൾക്ക് പുല്ലും വെള്ളവും ഒക്കെ കൊടുത്ത് ആടുകളെ മേയിച്ചുകൊണ്ട് നടന്ന ഇടയച്ചെറുക്കനെ ദൈവം അനുഗ്രഹിച്ചപ്പോൾ അവൻ ഇസ്രയേലിൻ്റെ സിംഹാസനത്തിൽ എത്തി. അതേ, ആട്ടിടയൻ രാജാവായി മാറി. വിക്കനായ മോശയെ ദൈവം വലിയൊരു നേതാവായിട്ട് ഉയർത്തിയില്ലേ? മീൻപിടുത്തക്കാരായ മനുഷ്യർ, പ്രത്യേകിച്ച് പത്രോസ് തന്നെ, ലോകം കണ്ട ഏറ്റവും വലിയ പ്രഭാഷകരിൽ 6 പേരിൽ നമ്പർ 1 നമുക്ക് പത്രോസിനെ കാണുവാനായിട്ട് സാധിക്കും. എന്താണ് പത്രോസിൻ്റെ പ്രസംഗത്തിൻ്റെ പ്രത്യേകത? ഒരൊറ്റ പ്രസംഗത്തിൽ 3000 പേര് മാനസാന്തരപ്പെട്ടു. മാത്രമല്ല, പത്രോസ് പ്രസംഗിച്ച പ്രസംഗം കേൾക്കാൻ പല ഭാഷക്കാരുണ്ടായിരുന്നു. അവരോരോരുത്തരും അവരവരുടെ ഭാഷകളിൽ പത്രോസിനെ ശ്രവിച്ചു. പ്രിയപ്പെട്ടവരെ, വിദ്യാഭ്യാസമില്ലാത്തവരെ, ജീവിതത്തിൽ തകരും എന്ന് കരുതിയവരെ, ജീവിതത്തിൽ പരാജയപ്പെടുമെന്ന് ലോകം വിധിച്ചവരെയൊക്കെ ദൈവം അനുഗ്രഹിച്ചപ്പോൾ അവരുടെ ജീവിതത്തിൽ ഉയർച്ചയുണ്ടായി. അതുകൊണ്ട് സുഭാഷിതങ്ങളിലൂടെ ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, തീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ട്, നിന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം നേരിടുകയില്ല. നിനക്കൊരു ഭാവിയുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നാം അത് തിരിച്ചറിയണം. ഒന്ന്, നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി തീരുമ്പോൾ തന്നെ മക്കളാണെങ്കിൽ അവകാശികളാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്ക് ദൈവമക്കൾക്ക് അവകാശമുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ അനുഗ്രഹം അവകാശമാക്കുന്നതിന് വേണ്ടിയാണ് ദൈവം നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ജീവിതത്തിലെ നിരവധിയായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യും, എങ്ങനെ ഇത് പരിഹരിക്കും, എങ്ങനെ ഒരു ഉത്തരം വരും, ഞാൻ ഇതിനെന്താണ് ചെയ്യേണ്ടത് എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിലേക്ക് കണ്ണുകൾ ഉയർത്തുക. അതെ, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമ്പോൾ നമ്മുടെ ജീവിതം ഉയർത്തപ്പെടുമെന്ന് വേദപുസ്തകം നമ്മെ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. സങ്കീർത്തനം 128 സങ്കീർത്തനത്തിൽ 1 മുതൽ 3 വരെയുള്ള വചനം എത്ര സുന്ദരമാണ്. വചനം ഇങ്ങനെയാ പറയുന്നത്, കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. നിന്റെ അധ്വാന ഫലം നീ അനുഭവിക്കും, നീ സന്തുഷ്ടനായിരിക്കും, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരി പോലെയായിരിക്കും. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും. പ്രിയപ്പെട്ടവരെ, എത്ര സുന്ദരമായ വാഗ്ദത്തമാണ് ഈ വചനം. ഈ വചനത്തിലൂടെ സ്വർഗത്തിലെ ദൈവം നമ്മോട് പറയുന്നത് എന്താണ്? പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രിയപ്പെട്ട ദൈവ പൈതലേ,
ഈ വർഷത്തിൽ ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. അതിന് നീ എന്താ ചെയ്യേണ്ടത്? കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. അതെ, അനുഗ്രഹിക്കപ്പെടാനായിട്ട് ദൈവഭയമുള്ളവരായി മാറുക. ദൈവഭയമുള്ളവരായി മാറുക. നാം ദൈവത്തെ ഭയപ്പെടുന്നവരാണെങ്കിൽ, നാം ദൈവത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, നാം ദൈവത്തിൻ്റെ വഴിയെ സഞ്ചരിക്കുന്നവരാണെങ്കിൽ, വചനം പറയുന്നത് എന്താ? കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. ദൈവത്തിൻ്റെ വഴിയിലൂടെയാണോ നമ്മൾ നടക്കുന്നത്? ഈശോ പറഞ്ഞു, ഞാനാണ് വഴി. യേശു എന്ന വഴിയിലൂടെയാണോ നമ്മൾ സഞ്ചരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിലൂടെ സഞ്ചരിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. നിന്റെ അധ്വാന ഫലം നീ അനുഭവിക്കും. നിന്റെ അധ്വാന ഫലം അത് നീ തന്നെ അനുഭവിക്കും. ചില ആളുകളുടെ അവസ്ഥ എന്താ? അവർ അധ്വാനിക്കുന്നുണ്ട്, ആ അധ്വാനത്തിൻ്റെ ഫലം അനുഭവിക്കുന്നത് മറ്റുള്ളവരാണ്. അവരധ്വാനിക്കുന്നത് ഒന്നുപോലും അവർക്ക് നന്മയായി തീരുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് സാമ്പത്തിക സുരക്ഷിതത്വമില്ല. അവരുടെ കയ്യിലേക്ക് പൈസ വരുന്നത് കാണാം, അതെങ്ങോട്ട് പോകുന്നെന്ന് അവർക്ക് തന്നെ അറിയില്ല. ഇത് വചനം എന്താ പറയുന്നത്? നിന്റെ അധ്വാന ഫലം നീ അനുഭവിക്കും. നീ സന്തുഷ്ടനായിരിക്കും, നിനക്ക് നന്മ വരും. നാം ദൈവത്തെ ഭയപ്പെടുമ്പോൾ, ദൈവത്തിൻ്റെ വഴികളിലൂടെ നടക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, വചനം പറയുകയാണ്, നീ ഭാഗ്യവാനായി തീരുന്നു. നിന്റെ അധ്വാന ഫലം നീ അനുഭവിക്കും. നീ സന്തുഷ്ടനായിരിക്കും, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരി പോലെയായിരിക്കും. എന്നുമാത്രം ഫലങ്ങൾ, ആത്മാവിൻ്റെ, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ, ആ ഫലങ്ങൾ നിറഞ്ഞ മുന്തിരിത്തൈ പോലെയായിരിക്കും. മാത്രമല്ല, നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും. ഒന്ന് ഓർത്തു നോക്കിക്കേ, ഒരു കുടുംബനാഥൻ ദൈവത്തെ ഭയപ്പെടുന്ന വ്യക്തിയാകുമ്പോൾ, ദൈവത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങുമ്പോൾ അവൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടുന്നു. അവൻ അനുഗ്രഹിക്കപ്പെടുന്നവനായിത്തീരുന്നു. അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കൊന്ന് ആത്മശോധന ചെയ്യാം. നമ്മൾ ദൈവത്തിൻ്റെ വഴിയിലൂടെയാണോ സഞ്ചരിക്കുന്നത്, അതോ സ്വന്തമായ വഴികളിലൂടെയാണോ? നമ്മൾ ദൈവത്തെ ഭയപ്പെടുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. നമുക്കറിയാം, കൂടുമ്പോൾ ഇമ്പമുണ്ടാകേണ്ട ഇടമാണ് കുടുംബം. എന്തുകൊണ്ടാണ് ഭൂകമ്പം ഉണ്ടാകുന്നത്? ഓരോരുത്തരും, കുടുംബത്തിൽ താമസിക്കുന്ന ഓരോരുത്തരും അവർക്ക് തോന്നുന്ന വഴിയിലൂടെ സഞ്ചരിക്കുന്നു. ആ വഴികളെല്ലാം അസ്വസ്ഥതകളും പ്രശ്നങ്ങളും നിറഞ്ഞ വഴികളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തെ ഭയപ്പെടാനും ദൈവത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കുവാനും ഈ വർഷം സ്വർഗത്തിലെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വീണ്ടും സങ്കീർത്തനക്കാരൻ 25-ാം സങ്കീർത്തനത്തിൽ 12-13 വാക്യങ്ങളിൽ ഇങ്ങനെയാ പറയുന്നത്: കർത്താവിനെ ഭയപ്പെടുന്നവനാരോ അവൻ തിരഞ്ഞെടുക്കേണ്ട വഴി അവിടുന്ന് കാണിച്ചു കൊടുക്കും. അവൻ ഐശ്വര്യത്തിൽ കഴിയും, അവൻ്റെ മക്കൾ ദേശം അവകാശമാക്കും. എത്ര ശക്തമായ വചനമാ! ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് പറയുന്നത് എന്താ? കർത്താവിനെ ഭയപ്പെടുന്ന ഒരു ദൈവ പൈതലാണ് നീയെങ്കിൽ നീ തെരഞ്ഞെടുക്കേണ്ട വഴി അവിടുന്ന് നിനക്ക് കാണിച്ചു തരുമെന്ന്. നീ തെരഞ്ഞെടുക്കേണ്ട വഴി അവിടുന്ന് നിനക്ക് കാണിച്ചു തരും. നീ ഐശ്വര്യത്തിൽ കഴിയും. കർത്താവിനെ ഭയപ്പെടുന്നവൻ ഐശ്വര്യത്തിൽ കഴിയും, അവൻ്റെ മക്കൾ ദേശം അവകാശമാക്കും. ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കുന്നവർ ലോകത്തിൽ ആരുടെ മുമ്പിൽ മുട്ടുമടക്കേണ്ടി വരത്തില്ല. എന്നാൽ നമ്മുടെ പ്രശ്നം എന്താ? നമുക്ക് ദൈവസന്നിധിയിൽ മുട്ടുമടക്കാൻ പറ്റുന്നില്ല, ദൈവസന്നിധിയിൽ എളിമപ്പെടാൻ സാധിക്കുന്നില്ല, ദൈവത്തിൽ ആശ്രയിക്കാൻ പറ്റണില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? കാണുന്ന എല്ലാവരുടെ മുമ്പിൽ മുട്ടുമടക്കേണ്ടി വരുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തെ ഭയപ്പെടുന്നവനാരോ അവൻ തിരഞ്ഞെടുക്കേണ്ട വഴി അവിടുന്ന് കാണിച്ചു കൊടുക്കും. അവൻ ഐശ്വര്യത്തിൽ കഴിയും, അവൻ്റെ മക്കൾ ദേശം അവകാശമാക്കും. അപ്പം നമ്മൾ അനുഗ്രഹിക്കപ്പെടാനായിട്ട് വേദപുസ്തകം പറയുന്ന മാനദണ്ഡങ്ങൾ,
ആ വചനങ്ങൾ അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഐശ്വര്യം ആസ്വദിക്കും. നമുക്കറിയാം, നോഹിൻ്റെ കാലത്ത് നോഹ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ നീതിമാനായി മാറിയതുകൊണ്ട് നോഹയും കുടുംബവും ജലപ്രളയം ഉണ്ടായപ്പോൾ പെട്ടകത്തിൽ കയറി രക്ഷപ്പെട്ടത് നമുക്കറിയാം. ഒരു കുടുംബത്തെ മുഴുവൻ ദൈവം രക്ഷിക്കുക, കുടുംബനാഥൻ നീതിമാനായി മാറിയപ്പോൾ. അതേ പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനം 92 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു, നീതിമാന്മാർ പന പോലെ തഴയ്ക്കും, ലബനോനിലെ ദേവദാരു പോലെ വളരും, അവരെ കർത്താവിൻ്റെ ഭവനത്തിൽ നട്ടിരിക്കുന്നു, അവർ നമ്മുടെ ദൈവത്തിൻ്റെ അങ്കണങ്ങളിൽ തഴച്ചു വളരുന്നു, വാർദ്ധക്യത്തിലും അവർ ഫലം പുറപ്പെടുവിക്കും, അവർ ഇല ചൂടി എന്നും പുഷ്ടിയോടെ നിൽക്കും. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനം എന്താ പറയുന്നത്? നോഹ നീതിമാനായപ്പോൾ നോഹയും കുടുംബവും പെട്ടകത്തിൽ കയറി രക്ഷപ്പെട്ടെങ്കിൽ ഈ തലമുറയിൽ, ഈ കാലഘട്ടത്തിൽ നീതി പ്രവർത്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവൻ പന പോലെ തഴയ്ക്കും. എങ്ങനെ? ലബനോനിലെ ദേവദാരു പോലെ അവൻ വളരും, അവർ നമ്മുടെ ദൈവത്തിൻ്റെ അങ്കണങ്ങളിൽ തഴച്ചു വളരുന്നു, വാർദ്ധക്യത്തിലും അവർ ഫലം പുറപ്പെടുവിക്കും. നമുക്കറിയാം, വാർദ്ധക്യ പ്രായമെന്ന് പറയുന്നത് ഒരു എന്താ പറയണത്, എല്ലാം അവസാനിച്ചു തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ്. തീർന്നു എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആക്റ്റീവ് അല്ലാത്തൊരു കാലഘട്ടമാണ്. എന്നാൽ വേദപുസ്തകം പറയുകയാണ്, നീതി പ്രവർത്തിക്കുന്നവൻ വാർദ്ധക്യത്തിലും ഫലം പുറപ്പെടുവിക്കും. വയസ്സാകുമ്പോഴും അവനിൽ നിന്ന് നല്ല ഫലങ്ങൾ പുറപ്പെടും, കാരണം അവരെ കർത്താവിൻ്റെ ഭവനത്തിൽ നട്ടിരിക്കുന്നു. അവർ ഫലം പുറപ്പെടുവിക്കും, അവർ എന്നും ഇല ചൂടി പുഷ്ടിയോടെ നിൽക്കും. പ്രിയപ്പെട്ടവരെ, ചില മനുഷ്യരെയൊക്കെ നമുക്ക് ചുറ്റും കണ്ടെത്താനായിട്ട് സാധിക്കും. വയസ്സ് 80 85 90 95, പക്ഷേ ചെറുപ്പക്കാരെക്കാളും ഊർജ്ജസ്വലതയോടെ വളരെ ആക്റ്റീവായി നന്നായിട്ട് ദൈവരാജ്യത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ കാരണമെന്താ? അവർക്ക് ദൈവഭയമുണ്ട്, അവർ നീതി പ്രവർത്തിക്കുന്നവരാണ്. അതുകൊണ്ട് വാർദ്ധക്യത്തിലും നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനായിട്ട് സ്വർഗത്തിലെ ദൈവം അവരെ അനുഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുവിശേഷ വയലിൽ പ്രത്യേകിച്ച് പ്രായമായി കഴിയുമ്പോൾ ഗവൺമെൻറ് നമുക്ക് റിട്ടയർമെൻറ്റ് നൽകും. എന്നാൽ ദൈവരാജ്യത്തിൽ ഒരു ദൈവ പൈതലിന് അവനൊരു വിശ്രമകാലം എന്ന് പറയുന്ന ഒരു കാലമില്ല. കാരണം അവൻ്റെ ജീവിതത്തിൽ ഏത് കാലത്തിലും ഏത് പ്രായത്തിലും ഇല ചൂടി പുഷ്ടിയോടെ നിൽക്കുന്ന, ഫലങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന, ഫലങ്ങളുള്ള നല്ല ഒരു വൃക്ഷമായിരിക്കുവാൻ വാർദ്ധക്യത്തിലും സാധിക്കുന്നതിന് ഒരൊറ്റ കാരണം മാത്രമേ ഉള്ളൂ. അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നവനാണ്, അവൻ ദൈവത്തെ അന്വേഷിക്കുന്നവനാണ്, അവൻ നീതി പ്രവർത്തിക്കുന്നവനാണ്, അവൻ ദൈവഭയമുള്ളവനാണ്. എങ്ങനെ ഫലം പുറപ്പെടുവിക്കാതിരിക്കും? വാർദ്ധക്യത്തിലും ഫലം പുറപ്പെടുവിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സങ്കീർത്തനം 37 സങ്കീർത്തനത്തിൽ 25 വാക്യത്തിൽ ഈ വചനം എഴുതുന്ന കാലം ദാവീദിൻ്റെ വാർദ്ധക്യകാലത്തിലാണ്. വൃദ്ധനായിരിക്കുന്ന കാലത്തിൽ ദാവീദ് എഴുതി വെച്ച ഈ കുറിപ്പുണ്ടല്ലോ, ഇതെൻ്റെ ഹൃദയത്തെ തൊട്ട വചനമാണ്. എന്താണ് ദാവീദ് തൻ്റെ വയസ്സാങ്കാലത്ത് എഴുതി വെച്ച സങ്കീർത്തനത്തിലെ ആ സുന്ദരമായ ഭാവം? സങ്കീർത്തനം 37 സങ്കീർത്തനത്തിൽ 25 വാക്യത്തിൽ ദാവീദ് ഇപ്രകാരം എഴുതി വെച്ചു, ഞാൻ ചെറുപ്പമായിരുന്നു, ഇപ്പോൾ വൃദ്ധനായി. ഞാൻ നേരത്തെ ചെറുപ്പമായിരുന്നു, എന്നാൽ ഇപ്പോൾ ഞാൻ വൃദ്ധനായി. നീതിമാൻ പരിത്യജിക്കപ്പെടുന്നതോ അവൻ്റെ മക്കൾ ഭിക്ഷയാചിക്കുന്നതോ ഞാൻ ഇന്നോളം കണ്ടിട്ടില്ല. ദാവീദിൻ്റെ വയസ്സാങ്കാലം വരെയുള്ള ജീവിതത്തിൽ താൻ നിരീക്ഷിച്ച ഒരു കാര്യം ദാവീദ് വിളിച്ചു പറയുകയാണ്, നീതിമാൻ പരിത്യജിക്കപ്പെടുന്നതോ, നീതിമാൻ ഉപേക്ഷിക്കപ്പെടുന്നതോ, അവൻ്റെ മക്കൾ പട്ടിണി കിടക്കുന്നതോ ഞാൻ ഇന്നോളം കണ്ടിട്ടില്ല. പ്രിയപ്പെട്ട ദൈവ പൈതലേ, നീ നീതി പ്രവർത്തിക്കുന്നവനാണോ? നീ ദൈവത്തെ അന്വേഷിക്കുന്നവനാണോ?
അങ്ങനെയാണെങ്കിൽ നിന്റെ മക്കൾ പട്ടിണി കിടക്കുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കുകയില്ല. അതേ, ഈ വർഷം നീ നീതി പ്രവർത്തിക്കുവാൻ തീരുമാനമെടുത്താൽ തന്നെ നിന്റെ ജീവിതം അനുഗ്രഹത്തിൻ്റെ വർഷമായി മാറും. ഈ വർഷം ദൈവം നിന്നെ അനുഗ്രഹിക്കുന്ന വർഷമായി മാറും. ഈ വർഷം ദൈവം നിന്നെ ഉയർത്തുന്ന വർഷമായി മാറും. ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ വീര്യപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. ഹബക്കൂക്ക് പറയുന്നത് പോലെ, പറഞ്ഞാൽ ആരും വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോവുകയാണ്. അതെ, ഈ വർഷം അനുഗ്രഹത്തിൻ്റെ വർഷമായി മാറുവാൻ നാം ചെയ്യേണ്ടതെന്താ? നമ്മൾ നീതി പ്രവർത്തിക്കുന്നവരായി മാറുക, നമ്മൾ ദൈവത്തെ ഭയപ്പെടുക, നമ്മൾ ദൈവത്തെ അന്വേഷിക്കുക, നമ്മൾ ദൈവത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുക. അപ്പോൾ നമ്മുടെ മക്കൾ പട്ടിണി കിടക്കേണ്ടി വരത്തില്ല, നാം പരിത്യജിക്കപ്പെടത്തില്ല. സങ്കീർത്തനം 112 സങ്കീർത്തനത്തിൽ 2-3 വാക്യങ്ങളിൽ പറയുന്നത് എന്താ? സത്യസന്ധരുടെ തലമുറ അനുഗ്രഹീതമാകും. സത്യസന്ധരുടെ തലമുറ അനുഗ്രഹീതമാകും. അവൻ്റെ ഭവനം സമ്പൽ സമൃദ്ധമാകും, അവൻ്റെ നീതി എപ്പോഴും നിലനിൽക്കും. അപ്പോൾ ആരുടെ തലമുറയാണ് അനുഗ്രഹിക്കപ്പെടുന്നത്? സത്യസന്ധരായി തീരുമ്പോൾ, സത്യത്തിന് വേണ്ടി നിലകൊള്ളുമ്പോൾ, സത്യം പ്രവർത്തിക്കുമ്പോൾ, സത്യത്തിന് വേണ്ടി നിലനിൽക്കുകയാണെങ്കിൽ അവരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുമെന്ന്. വീണ്ടും യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 65 അധ്യായത്തിൽ 22-23 വാക്യങ്ങളിൽ പറയുന്നത് എന്താ? എൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർ ദീർഘകാലം തങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലം അനുഭവിക്കും. ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവർ ദീർഘകാലം തങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലം അനുഭവിക്കും. അവരുടെ അധ്വാനം വൃഥാവുകയില്ല. അവരുടെ അധ്വാനം വൃഥാ ആവുകയില്ല. അവർക്ക് ജനിക്കുന്ന ശിശുക്കൾ അത്യാഹിതത്തിന് ഇരയാവുകയില്ല. അവർ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരുടെ സന്തതികളായിരിക്കും. അവരുടെ സന്തതികളും അവരോടൊപ്പം അനുഗ്രഹിക്കപ്പെടും. അവരുടെ സന്തതികളും. അപ്പോൾ ദൈവം ഒരുവനെ അനുഗ്രഹിക്കുമ്പോൾ അവനെ മാത്രമല്ല, അവൻ്റെ തലമുറയെ, അവൻ്റെ കുടുംബത്തെ മുഴുവൻ, അവൻ്റെ മക്കളെ, അവൻ്റെ സാമ്പത്തിക മേഖലകളെ, അവൻ്റെ ഭവനത്തിൻ്റെ ആവശ്യങ്ങളെ, അവനെ മുഴുവനായിട്ടാണ് ദൈവം അനുഗ്രഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, തെരഞ്ഞെടുക്കപ്പെട്ടവരാണോ ദീർഘകാലം അധ്വാനത്തിൻ്റെ ഫലം അനുഭവിക്കുവാൻ സാധിക്കും. നമ്മുടെ അധ്വാനം വൃഥാ ആവുകയില്ല. ജനിക്കുന്ന ശിശുക്കൾ അത്യാഹിതത്തിന് ഇരയാവുകയില്ല. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരുടെ സന്തതികളായിരിക്കും. അവരുടെ സന്തതികളും അവരോടൊപ്പം അനുഗ്രഹിക്കപ്പെടും. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് തീരുമാനമെടുക്കാം. നമ്മൾ എന്ത് പ്രവൃത്തിയാണ് ചെയ്യേണ്ടത്? നമ്മൾ ദൈവത്തെ അന്വേഷിക്കുക, ദൈവത്തെ ആരാധിക്കുക, ദൈവത്തെ സ്നേഹിക്കുക, ദൈവത്തിൻ്റെ വഴിയെ നടക്കുക, നീതി പ്രവർത്തിക്കുക, സത്യസന്ധരായി തീരുക. ഇതൊക്കെ ചെയ്യുമ്പോൾ ഈ വർഷം നമ്മെ സംബന്ധിച്ച് അനുഗ്രഹത്തിൻ്റെ വർഷമായി മാറും. ദൈവത്തെ ആരാധിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താ? ഒരു ദൈവ പൈതൽ അവൻ ദൈവത്തെ ആരാധിക്കാൻ ദൈവം അവനെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ദൈവത്തെ ആരാധിക്കുന്നില്ല, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആരാധനയുടെ വഴിയിലൂടെ അവൻ സഞ്ചരിക്കുന്നില്ല. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 23 അധ്യായത്തിൽ 25-26 വാക്യങ്ങളിൽ പറയുന്നത് എന്താ? നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം, അപ്പോൾ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കപ്പെടും. നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം നിർമാർജനം ചെയ്യും. ഗർഭചിത്രമോ വന്ധ്യതയോ നാട്ടിലുണ്ടാവുകയില്ല. നിനക്ക് ഞാൻ ദീർഘായുസ് തരും. കണ്ടില്ലേ, അനുഗ്രഹിക്കപ്പെടാനായിട്ട് നമ്മൾ ചെയ്യാനായിട്ട് വേദപുസ്തകം ആവശ്യപ്പെടുന്നത് എന്താ? നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, ദൈവത്തെ ആരാധിക്കണം. നിന്റെ ജീവിതം തന്നെ ആരാധനയ്ക്ക് വേണ്ടി സമർപ്പിക്കുവാൻ തയ്യാറാണോ? ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയല്ലേ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്? ദൈവത്തിനെ ആരാധിക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ട പ്രിയപ്പെട്ട ദൈവ പൈതലെ, നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കപ്പെടും. അപ്പം നമ്മുടെ ആഹാരം അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി നാം ദൈവത്തെ ആരാധിക്കണം. നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം നിർമാർജനം ചെയ്യും. രോഗത്തെ ദൈവം എടുത്തു മാറ്റും. മാത്രമല്ല,
ഗർഭചിത്രമോ വന്ധ്യതയോ നാട്ടിലുണ്ടാവുകയില്ല. നിനക്ക് ഞാൻ ദീർഘായുസ് തരും, നിനക്ക് ഞാൻ ദീർഘായുസ് തരും. എല്ലാവർക്കും ആഗ്രഹമുണ്ട് കൂടുതൽ കാലം ലോകത്തിൽ ജീവിക്കണമെന്ന്. നാം തിരിച്ചറിയുന്നുണ്ടോ? ഓരോ ദിവസം കഴിയുന്തോറും നിശ്ചയിക്കപ്പെട്ട മരണത്തോട് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുക. ഓരോ ദിവസം കഴിയുന്തോറും നമുക്കായി നിശ്ചയിക്കപ്പെട്ട മരണത്തോട് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുക. എന്നാൽ വചനം പറയുന്നത് എന്താ? നീ ദൈവത്തെ ആരാധിക്കുമ്പോൾ അവിടുന്ന് നിനക്ക് ദീർഘായുസ് നൽകും, അവിടുന്ന് നിനക്ക് ദീർഘായുസ് നൽകും. അതുകൊണ്ട് ദൈവത്തെ അന്വേഷിക്കുവാനും ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തെ ഭയപ്പെടാനും ദൈവത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുവാനും സത്യസന്ധരായി തീരുവാനും നീതി പ്രവർത്തിക്കുവാനുമൊക്കെ നമുക്ക് ആഗ്രഹിക്കാം. ജോഷുവ 24:15 ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ അനുഗമിക്കും. ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ അനുഗമിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴിഞ്ഞ നാളുകളിലൊക്കെ ദൈവത്തിൽ നിന്നും വല്ലാതെ അങ്ങ് അകന്നു പോയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടം, പ്രത്യേകിച്ച് പുതിയ വർഷം, ദൈവത്തെ അന്വേഷിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്ന ഒരു വർഷമായി മാറട്ടെ. ജോഷുവ പറഞ്ഞതുപോലെ നമുക്ക് ഏറ്റുപറയാം, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ കർത്താവിനെ സേവിക്കും. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ കർത്താവിനെ സേവിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 44-ാം അധ്യായം 3-4 വാക്യങ്ങളിൽ വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ നിലത്ത് അരുവികളും ഞാൻ ഒഴുക്കും. വരണ്ട ഭൂമി എന്ന് പറഞ്ഞാലുള്ള അവസ്ഥ എന്താ? ഉണങ്ങിയ സ്ഥലം, ഉണങ്ങിയ നിലമെന്ന് പറഞ്ഞാലുള്ള അവസ്ഥ എന്താ? വചനം പറയുകയാണ്, വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ നിലത്ത് അരുവികളും ഞാൻ ഒഴുക്കും. നിന്റെ സന്തതികളുടെ മേൽ എൻ്റെ ആത്മാവും നിന്റെ മക്കളുടെ മേൽ എൻ്റെ അനുഗ്രഹവും ഞാൻ വർഷിക്കും. എത്ര വരണ്ട അവസ്ഥയിലാണെങ്കിലും, ഒരു സുഖമില്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരാണെങ്കിലും, പ്രിയപ്പെട്ടവരെ, മരുഭൂമിയിൽ നിരുറവ ഒരുക്കിയ ദൈവം, വരണ്ട നിലത്ത് ജലം നൽകുന്ന ദൈവം, ഉണങ്ങിയ നിലത്ത് അരുവികളെ ഒഴുക്കുന്ന ദൈവം, പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിൻ്റെ മേൽ അനുഗ്രഹം വർഷിക്കും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? നിന്റെ സന്തതികളുടെ മേൽ എൻ്റെ ആത്മാവും നിങ്ങളുടെ മക്കളുടെ മേൽ എൻ്റെ അനുഗ്രഹവും ഞാൻ വർഷിക്കും. അതേ, ദൈവം നമ്മളെ മാത്രമല്ല നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പുതിയ വർഷം നമുക്കെടുക്കാൻ പറ്റാവുന്ന ഏറ്റവും വലിയ തീരുമാനമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുവാനുള്ള തീരുമാനം, ദൈവത്തെ ആരാധിക്കാനുള്ള തീരുമാനം, ദൈവം ആവശ്യപ്പെടുന്നതൊക്കെയും അനുസരിക്കുവാനുള്ള തീരുമാനം. വേദപുസ്തകത്തിൻ്റെ ചില ഇടങ്ങളിലൊക്കെ ചിലർക്ക് ലഭിച്ചിട്ടുള്ള വിശേഷണമാണ് നീതിമാനായിരുന്നുവെന്ന്. യൗസേപ്പ് നീതിമാനായിരുന്നു, നോഹ നീതിമാനായിരുന്നു. ഓരോ കാലഘട്ടത്തിൽ ചില തലമുറകളിൽ ചിലർ നീതി പ്രവർത്തിക്കുന്നവരായി മാറി. അവരെ ദൈവം ഉയർത്തി, അവരെ ദൈവം അനുഗ്രഹിച്ചു. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ ഈ വചന സന്ദേശം കേൾക്കുന്ന എല്ലാവരും കുടുംബസമേതം അനുഗ്രഹിക്കപ്പെടണമെന്ന് സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഒരു പുതിയ വർഷത്തിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ വർഷം ദൈവത്തെ ആരാധിക്കുന്ന വർഷമാണ്. ഈ വർഷം ദൈവത്തെ അന്വേഷിക്കുന്ന വർഷമാണ്. ഈ വർഷം കൂടുതൽ വചനങ്ങൾ പഠിക്കുവാനായിട്ട് നമുക്ക് തീരുമാനമെടുക്കാം. ഈ വർഷം ഏറ്റവും കൂടുതൽ വിശുദ്ധ കുർബാനയിൽ പ്രത്യേകിച്ച് മുടങ്ങാതെ ബലിയർപ്പണത്തിൽ പങ്കെടുക്കുവാനായിട്ട് നമുക്ക് തീരുമാനമെടുക്കാം. ഈ വർഷം ഒരു ദിവസം ഒരു വചനമെങ്കിലും മനഃപ്പാഠമാക്കാനായിട്ട് നമുക്ക് തീരുമാനമെടുക്കാം. അങ്ങനെ ദൈവത്തിൻ്റെ വഴിയിൽ ദൈവത്തെ അന്വേഷിക്കുന്ന ഈ കാലഘട്ടത്തിൽ നീതിമാനായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെയും നമ്മുടെ കുടുംബത്തെയും ആശീർവദിക്കട്ടെ.
ജോഷുവ പറഞ്ഞതുപോലെ നമുക്ക് ഒരുമിച്ച് പറയാം, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ കർത്താവിനെ സേവിക്കും, ഞങ്ങൾ കർത്താവിനെ അന്വേഷിക്കും. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.